ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നമ്മുടെ കുഞ്ഞു വിഷുക്കണി ഇതാണ് കേട്ടോ. വിഷുക്കണിയൊക്കെ കണ്ട് കാലത്ത് കൂലിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഞങ്ങളാണ് എല്ലാവരും പോകുന്നത്. അമ്മും അച്ഛനും അമ്മയും പ്രസന്ന ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. വിഷു ആയിട്ടൊരു പുതിയൊരു കണിയും കൂടിയും കണ്ടിട്ടുണ്ട്. പുതിയൊരു കണിയെല്ലാം സ്ഥിരം കാണുന്നത് നമ്മളിവിടെ അടുത്തുള്ള മയിലാണ്. എപ്പോഴും വരാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങനെ അപൂർവമായിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഇതുപോലെ മയിൽ വരാറുണ്ടോ? നമ്മുടെ അവിടെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. അമ്പലത്തിൽ വന്നു, ദേവി അമ്പലത്തിൽ ആദ്യം പോയി തൊഴുത് കുറിയൊക്കെ തൊട്ടു കേട്ടോ. വരുന്ന വഴിക്ക് കാട്ടുമുല്ലയൊക്കെ കണ്ടു. മുല്ലപ്പൂ ഒന്നും വെക്കാൻ പറ്റിയില്ല. ആ സങ്കടം കൊണ്ടാണ് കാട്ടുമുല്ലയൊക്കെ വെച്ചത് കേട്ടോ. കാരണം മുഴത്തിന് 70 രൂപയാണ്. 70 രൂപ കൊടുത്തൊന്നും മുല്ലപ്പൂ വാങ്ങണ്ടെന്ന് കരുതി വിഷുവിന് നമുക്ക് വിഷുക്കൈനീട്ടായിട്ട് 5 രൂപയുടെ തൊട്ട് എല്ലാവർക്കും ദേവി അമ്പലത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ അവിയലിനുള്ള കഷ്ണവും സാമ്പാറും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പകുതി പണി കഴിച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമ്പാർ, അവിയൽ, ഉപ്പേരി, പപ്പടം, പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവിയലിനുള്ള കഷ്ണം വേഗം കുക്കറിലിട്ടിട്ട് വേവിക്കുക ചെയ്ത് കേട്ടോ. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിലും വേവിക്കുക, കുക്കറിലല്ലാതെ. ഇന്നിപ്പോൾ കുക്കറിലാണ് വേവിച്ചത്. ഇന്നത്തെ വിഷുവിൻ്റെ ഈ ഒരു വ്ളോഗിൽ കൂടെ നമുക്ക് പാലട പായസം വെക്കാൻ കൂടിയും പറഞ്ഞുതരാം കേട്ടോ. സൂരജിൻ്റെ പാലടയാണ് എടുത്തിട്ടുള്ളത്. അത് ബ്രൗൺ കളറുള്ളത്. അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് അടച്ച് 20 മിനിറ്റ് വെക്കും കേട്ടോ അട. അപ്പോഴേക്കും ഒക്കെ മേടിച്ച് കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 പാക്കറ്റ് ഒരു സിമ്മിലാക്കി വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 45 മിനിറ്റ് വെച്ചു. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ പിങ്ക് കളറാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പണ്ട് മുതലേ ഇവിടെ ചേച്ചി ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മയും ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നല്ല കേട്ടോ, അമ്മയും ചേച്ചിയും പാടെ. അതിനുശേഷം ഞാനും ഇങ്ങനെ വെക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റാണ്. കല്യാണത്തിനൊക്കെ പോയാൽ കിട്ടാവുന്ന അതേ ടേസ്റ്റുള്ള പാലട. അങ്ങനെ നമ്മുടെ അട കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അത് ഊർത്താണ് കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം പിന്നെ നമ്മുടെ ഈ പാലിലേക്ക് ഈ അട ഇട്ട് നന്നായിട്ട് ഇളക്കും കേട്ടോ. ഇത് രണ്ടും രണ്ടായിട്ട് കിടക്കുന്നത് ഇങ്ങനെ ഇളക്കി ഒരു പോലെയായിട്ട് നമുക്ക് തോന്നി. പിന്നെ വെണ്ണയുടെ കാര്യം, വെണ്ണ ലാസ്റ്റ് ഇടണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. നമ്മളെ വീട്ടിൽ പാല മേടിച്ച പാട മാറ്റി വെച്ചത് എടുത്ത് അടിച്ചുണ്ടാക്കിയ വെണ്ണയാണ്. പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ചെറിയ വകയായിട്ട് എല്ലാതും ഉണ്ടായിരുന്നു. ചിക്കൻ കറി അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടോ. ചിക്കൻ പെട്ടെന്ന് മേടിച്ചു കൊടുന്ന്. എനിക്ക് പാലട കുടിക്കാൻ ഇഷ്ടം ഇങ്ങനെയാണ്. പ്ലേറ്റിൽ ഒഴിച്ച് കാണുമ്പോൾ തന്നെ നല്ല ചന്തല്ലി പപ്പടമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച്. ഇങ്ങനെയൊന്നും കഴിക്കാറില്ലായിരുന്നു. ഞാനൊരു വട്ടം കല്യാണത്തിന് മുമ്പ് ഏതോ ഒരു അച്ഛൻ കഴിക്കണ കണ്ടതാണ്. അതിനുശേഷം ഞാനും ഇപ്പം ഇങ്ങനെയാണ് പാലട കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. എല്ലാവർക്കും ബായ്.